നിങ്ങളാണോ തീരുമാനിക്കുന്നത്? നിങ്ങൾ കള്ളം പറയരുത്, നിങ്ങളെ കസേരയിരുന്ന് കള്ളം പറയരുത് സാർ. ഞങ്ങൾ ഈ സഭാ നടപടികൾ ഞങ്ങൾ ബഹിഷ്കരിക്കുക. നിയമസഭ നിയമനിർമ്മാണ സഭയാണ്. ജനാധിപത്യത്തിന് ശ്രീകോവിൽ എന്നാണ് കാലങ്ങളായി അത് വിശേഷിപ്പിക്കപ്പെടുന്നത്. ജനാധിപത്യത്തിന് ശ്രീകോവിൽ എന്നാൽ അതിൻ്റെ പരിഭാവനതയെ വിശേഷിപ്പിക്കുന്ന ഒരു വാചകം എന്നാണ് സാധാരണഗതിയിൽ അർത്ഥമെങ്കിലും ജനങ്ങൾക്ക് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്കുതകുന്ന എല്ലാ നിയമങ്ങളും നിർമ്മിക്കുകയും മനുഷ്യാവകാശങ്ങളും ജനാധിപത്യത്തിൻ്റെ പരിഷ്കരണത്തിനും നവീകരണത്തിനും ഉതകുന്ന നിയമനിർമ്മാണങ്ങളും ഒക്കെ നടക്കുന്ന നിയമനിർമ്മാണ സഭയ്ക്ക് വലിയ പവിത്രതയുണ്ട്. ആ പവിത്രത നമ്മുടെ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനപരമായ പവിത്രതയാണ്. അതിനെ ലംഘിക്കുന്ന രീതിയിൽ ആര് പെരുമാറിയാലും അത് നിയമസഭയെ അവഹേളിക്കലാണ് എന്നുള്ളത് ഒരു പൊതുവായ യാഥാർത്ഥ്യമാണ്. ജനാധിപത്യത്തിൻ്റെ പ്രാഥമികമായ അർത്ഥങ്ങൾ അറിയാവുന്നവർക്ക് പോലും അത് അറിയുകയും ചെയ്യാം. രാഷ്ട്രീയ വിദ്യാർത്ഥികളാകട്ടെ, മാധ്യമ വിദ്യാർത്ഥികളാകട്ടെ, രാഷ്ട്രീയ പ്രവർത്തകർ നേതാക്കളാകട്ടെ, ആരായാലും നമ്മുടെ ജനാധിപത്യത്തെക്കുറിച്ച് പ്രാഥമിക ധാരണയുള്ളവർക്ക് തന്നെ അറിയാം നിയമസഭയുടെ പവിത്രതയെക്കുറിച്ച്. ആ പവിത്രത ജനാധിപത്യത്തിന് നമ്മൾ നൽകുന്ന ബഹുമാനത്തിൻ്റെ നാനാർത്ഥമാണ്. പക്ഷേ ഭരണപക്ഷവും പ്രതിപക്ഷവും പല സന്ദർഭങ്ങളിലും രാഷ്ട്രീയമായ വിഷയങ്ങൾ, പരസ്പരമുള്ള പോർവിളികൾ, പ്രതിരോധങ്ങൾ, വിഷയങ്ങൾ അവിടെ കൊണ്ടുവരുമ്പോൾ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്ന് വിശേഷിപ്പിക്കുന്ന നിയമസഭയുടെ അന്തസ്സിന് പോറലേൽക്കാറുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. അത് കേരളത്തിലെ മാത്രം കാര്യവുമല്ല, എല്ലാ സംസ്ഥാന നിയമസഭകളിലും നമ്മുടെ പാർലമെൻറ്റിൻ്റെ 2 സഭകളിലും ഒക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. ജനാധിപത്യം അങ്ങനെ കൂടിയാണ്. ഒരു ചതുരക്കല്ല് വരച്ച് അതിനുള്ളിൽ നിൽക്കാൻ ചിലപ്പോൾ കഴിയുന്നു വരില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ വളയമില്ലാതെ ചാടിയേക്കാം. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, പ്രത്യേകിച്ച് 2 ദിവസമായി നമ്മുടെ നിയമസഭയിൽ പ്രതിപക്ഷമായി UDF നടത്തുന്ന ചില കാര്യങ്ങൾ ഈ ന്യായമായ വളയം ഇല്ലാതെ ചാടലിനപ്പുറത്ത് അവർ സ്വയം പരിഹാസ്യരാവുന്ന നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. എന്താണ് വിഷയം എന്ന് അവർക്ക് ഒരു പൊതുവായ ധാരണയുള്ളൂ. അതിൻ്റെ ബേസിസിൽ, അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പ്ലക്കാർഡും വലിയ ബാനറുമൊക്കെ ആയി നിയമസഭയിൽ വരുന്നു. സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ, അതായത് വാക്കൗട്ട് നടത്താൻ മാത്രമല്ല, സഭ ആ ദിവസത്തേക്ക് മുഴുവൻ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ അതിന് കാര്യകാരണ സഹിതം ഒന്ന് പറയാനുണ്ടാവണം. അത് സഭയ്ക്ക് മുന്നിൽ, പ്രതിപക്ഷത്തിന് മുന്നിൽ മാത്രം പറയുന്ന കാര്യമല്ല, സ്പീക്കർക്ക് മുന്നിൽ മാത്രം പറയുന്ന കാര്യമല്ല, ലൈവാണ്, ജനങ്ങൾക്ക് മുന്നിൽ, മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്ന കാര്യമാണ്. അത് ന്യായീകരിക്കാൻ കഴിയണം. എന്താണ് ജനാധിപത്യത്തിൽ അവരുടെ ഇറങ്ങിപ്പോക്ക്, ബഹിഷ്കരണം, ഏത് രീതിയിൽ ജനാധിപത്യത്തെ, നിയമസഭാ നടപടിക്രമങ്ങളെ, പ്രതിപക്ഷ ധർമ്മത്തെ ശക്തിപ്പെടുത്തുന്നു എന്ന് പറയാൻ അവർക്ക് കഴിയണം. അത് കഴിയാത്തതിൻ്റെ അപഹാസ്യത പ്രതിപക്ഷം സ്വയം പേറുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു, ബഹളമുണ്ടാക്കുന്നു, സ്പീക്കർ ഡേസിലേക്ക് നീങ്ങുന്നു, വാച്ചാനുപാടുകൾ ഒന്നും തന്നെ ഉണ്ടാക്കുന്നു, പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിക്കുന്നു ഞങ്ങൾ ബഹിഷ്കരിക്കുകയാണ്. വലിയ നഷ്ടബോധം അല്ലെങ്കിൽ ഗൃഹാതുരത്വം തോന്നുന്നുണ്ട് നിയമസഭ റിപ്പോർട്ട് ചെയ്യുന്ന തലസ്ഥാനത്തെ മാധ്യമപ്രവർത്തകർക്കും നിയമസഭാ നടപടികൾ സസൂക്ഷ്മം വീക്ഷിക്കുന്ന നമ്മുടെ ആളുകൾക്കും. എങ്ങനെയാണെന്നറിയാമോ? എന്തുകൊണ്ടാണെന്നറിയാമോ? പ്രതിപക്ഷത്ത് അല്ലെങ്കിൽ UDFൻ്റെ, കോൺഗ്രസിൻ്റെ ബെഞ്ചുകളിൽ മഹാരഥന്മാരായ നിയമസഭാ നടപടികളെക്കുറിച്ച് ഒരുപക്ഷെ കലക്കിക്കുടിച്ച എന്ന് നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്ന വലിയ ആളുകളുണ്ടായിരുന്നു. ആര്യാടൻ മുഹമ്മദ്, R ബാലകൃഷ്ണപിള്ള, KM മാണി, TM ജേക്കബ്, ET മുഹമ്മദ് ബഷീർ, അങ്ങനെ ഒരുപാട് വലിയ ആളുകൾ. അതിൽ R ബാലകൃഷ്ണപിള്ളയും KM മാണിയുമൊക്കെ മരണത്തിന് മുമ്പ് അവർ രാഷ്ട്രീയമായി സ്വീകരിച്ചിരുന്ന നിലപാടുകൾ തിരുത്തി ഇടതുപക്ഷത്തേക്ക് പോയിരുന്നു. അവർ അവിടെയും അവരുടെ നിയമസഭാജ്ഞാനത്തിൻ്റെ വലിയ സംഭാവനകൾ ചെയ്തവരാണ്. അപ്പുറത്ത് TM ജേക്കബിനെയും ആര്യാടൻ മുഹമ്മദിനെയും ET മുഹമ്മദ് ബഷീറിനെ പോലുള്ള ആളുകൾ നിയമസഭയിൽ വലിയ രീതിയിലുള്ള സംഭാവന ചെയ്തിരുന്നു. എങ്ങനെയാണത്? അവർ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒരു സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദത ഉണ്ടാകുമെന്ന് പറയാറില്ലേ? അതെങ്ങനെയാണ്? അവർ പറയുന്ന കാര്യങ്ങളുടെ കാമ്പും കഴമ്പും കൊണ്ടാണ്. അത്തരം ആളുകൾ ഉണ്ടായിരുന്ന പ്രതിപക്ഷ നിര, അല്ലെങ്കിൽ അത്തരം ആളുകൾ ഉണ്ടായിരുന്ന UDF നിര, അവർ ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും
ഇന്ന് ശുഷ്കമായി പോയിരിക്കുന്നു. UDF നിരയിലെ വലിയ നിയമസഭാ നടപടികളെക്കുറിച്ച് വലിയ ധാരണയുണ്ടായിരുന്ന വലിയ നേതാക്കന്മാരെക്കുറിച്ച് പറയാൻ കാര്യം ഇപ്പോൾ അവരാണല്ലോ പെട്ടു നിൽക്കുന്നത്. ഇപ്പുറത്തും ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ, വലിയ 1, 2, 3 എത്ര വേണമെങ്കിലും പേരെടുത്ത് പറയാവുന്ന വലിയ നിര, പാലോളി മുഹമ്മദ് കുട്ടി അടക്കമുള്ള വലിയ ആളുകൾ, EK നായനാർ, VS അച്യുതാനന്ദൻ, എത്ര ആളുകൾ ഇപ്പുറത്ത് വലിയ മഹാരഥന്മാരാളുണ്ടായിരുന്നു. PR കുറുപ്പ്, ഒരുപാട് ആളുകളുണ്ടായിരുന്നു. നിയമസഭയെക്കുറിച്ച് ഓരോ പേരും ഇപ്പോൾ ഓർമ്മ വരാത്തതുകൊണ്ടാണ്. സഭാ നടപടികളുടെ കാമ്പും കഴമ്പും അതിൻ്റെ കമ്പോട് കമ്പറിയാവുന്ന സഭാ നടപടികൾ മാത്രമല്ല കീഴ്വഴക്കങ്ങളെക്കുറിച്ചും. സഭാ നടപടികളിൽ കീഴ്വഴക്കങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അങ്ങനെയൊക്കെ അറിയാവുന്ന ആളുകൾ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടായിരുന്നു. ഇപ്പോൾ UDF നിരയിൽ കാണുന്ന ഈ ശുഷ്കിച്ച അവസ്ഥ അവരെ തറവറ്റിക്കുകയാണ്. അതാണ് നമ്മൾ പറഞ്ഞു വന്ന വിഷയം. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ എഴുന്നേറ്റ് നിന്ന് സഭാ നടപടികളും കീഴ്വഴക്കങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് സ്വന്തം നിലയും നിലപാടിനെയും അവസ്ഥയെയും കുറിച്ച് കൃത്യമായി ന്യായീകരിക്കാൻ, ബോധ്യപ്പെടുത്താൻ, വിശദീകരിക്കാൻ അവർക്ക് കഴിയാതെ പോകുന്നു. അതുകൊണ്ടാണ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കാര്യകാരണ സഹിതം ബോധ്യപ്പെടുത്താതെ ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞ് പോകേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഭരണപക്ഷം ഓരോ കാര്യങ്ങളിലും കൃത്യമായി, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് കൊടുക്കുമ്പോൾ അടിയന്തര പ്രമേയം അനുവദിച്ചിരിക്കുന്നു എന്ന് മുമ്പില്ലാത്ത വിധം തുടർച്ചയായി അടിയന്തര പ്രമേയങ്ങൾ അനുവദിക്കുമ്പോൾ പോലും അതിനെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ആക്കി മാറ്റാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല. പ്രതിപക്ഷം ആ അടിയന്തര പ്രമേയ ചർച്ചകളിലൊക്കെ ആയുധമില്ലാത്ത യോദ്ധാക്കളെ പോലെ പതറി നിൽക്കുന്നവരായി പോകുന്നത് ഈ വലിയ നേതാക്കന്മാരുടെ അഭാവം കൊണ്ടാണ്. വലിയ നേതാക്കന്മാരുടെ അഭാവം നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നതല്ല. വലിയ നേതാക്കന്മാരുടെ അഭാവം പരിഹരിച്ച് അവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. പക്ഷേ നിലവിലുള്ള നിയമസഭാ നടപടികളെ നയിക്കുന്ന നിയമസഭയിൽ UDF നയിക്കുന്ന, പ്രതിപക്ഷത്തെ നയിക്കുന്ന നേതാക്കന്മാർക്ക്, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർക്ക് സഭാ നടപടികളെയും ചട്ടങ്ങളെയും കീഴ്വഴക്കങ്ങളെയും കുറിച്ച്, ജനാധിപത്യത്തിൻ്റെ ഔന്നത്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുള്ള സമയം ചെലവഴിക്കാനുള്ള ആർജവം ഉണ്ടാകണം. അങ്ങനെ അവർ സമയം ചെലവഴിച്ച് സഭയെ പഠിച്ചാൽ അവർക്ക് ഇപ്പോൾ ഈ പതറി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയും. ഈ അവസ്ഥയെ മറികടക്കാൻ കഴിയും. അല്ലെങ്കിൽ പിന്നെയും നിയമസഭയ്ക്ക് മുന്നിൽ, നിയമസഭാ നടപടികൾക്ക് മുന്നിൽ, ലോകത്തിന് മുന്നിൽ, നിയമസഭ കാണുന്ന ആളുകൾക്ക് മുന്നിൽ അവർ അപഹാസ്യരായിക്കൊണ്ടേയിരിക്കേണ്ടി വരും. നന്ദി, നമസ്കാരം.